പാവക്ക കൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് തുടക്കക്കാർക്കൊക്കെ നല്ല ഉപകാരമാവും. ഒരു പാവക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്കൊരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറി ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി, ഒരു സ്പൂൺ വലിയ ജീരകം, ഒരു പിടി കരിവേപ്പില, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നല്ലതുപോലെ നാളികേരം വറുത്ത് എടുക്കാം. കറി വെക്കാനായി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത്, 3 പച്ചമുളക്, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ കുഞ്ഞുള്ളി മുറിച്ചെടുത്തത്, കരിവേപ്പില, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പൊടികളായി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ടതും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തിള വരുന്ന സമയത്ത് പാവക്ക ഇട്ട് കൊടുക്കാം. ഇനി പാവക്ക വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വറുത്ത് എടുത്ത് അരച്ച് വെച്ച ഈ നാളികേരം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കൊച്ചുള്ളി അതേപോലെ തന്നെ വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് താളിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്യാം. നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി വരാം.